എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൂന്നാമത്തെ ലോവർ ചക്രയാണ്. അതിൻ്റെ പേരാണ് മണിപൂരകം. ഈ മണിപൂരകത്തിൻ്റെ ലൊക്കേഷൻ നമ്മളുടെ ബൊക്കിളിനെ ചുറ്റിയാണ്. ഇംഗ്ലീഷിൽ അതിന് നേവൽ റീജൻ എന്ന് പറയും. ബൊക്കിളിനെ ചുറ്റി, ബൊക്കിളിൻ്റെ സ്ഥാനത്ത്. അപ്പം മണിപൂരക ചക്രം ബൊക്കിളിനകത്തോ അല്ലെങ്കിൽ ബൊക്കിളിനെ ചുറ്റി ഇരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് ആ ബൊക്കിളിൻ്റെ പൊസിഷനിൽ പുറയിൽ നമ്മുടെ നട്ടെല്ല് പോകുന്ന സ്ഥലത്ത് ഇതേ നമ്മൾ ഫ്രണ്ടിൽ ബൊക്കിൾ എന്ന് പറയുന്നു. ഇതേ ബൊക്കിളിൻ്റെ ഭാഗത്ത്, നേവൽ റീജൻ്റെ ഭാഗത്ത് പുറയിൽ നട്ടെല്ലിൻ്റെ സ്ഥലത്ത് കുറച്ച് എനർജി കൂടി ഇരിപ്പുണ്ട്. ആ ചക്രത്തിന് പേരാണ് മണിപൂരക ചക്ര, മണിപൂരകം. ഓക്കെ, ഇതിൻ്റെ നിറം വന്ന് മഞ്ഞൾ. ഇതിനെയും ഒരു താമരപ്പൂവിന് ഈക്വലായിട്ട് പറയുന്നുണ്ട്, കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്. പക്ഷേ ഈ താമരപ്പൂവിൽ 10 ഇതളുകളാണ് ഉള്ളത്, 10 പെറ്റൽസ്. അപ്പം ഈ 10 ഇതളുകളിനും മറ്റതിൻ്റെ കൂട്ട് തന്നെ ഓരോ ഇതളിനും ഒരു ലെറ്റർ ഉണ്ട്, ചില ഗുണാതിശയങ്ങളുണ്ട്. അതൊക്കെ എന്തിനാ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ മൂലാധാര ചക്ര ആക്ടിവേറ്റ് ആകുമ്പം ആ നല്ല ഗുണങ്ങളെല്ലാം വെളിയിൽ പരിമളിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഓരോ ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റീസിനെയാണ് അവർ പെറ്റൽ പെറ്റൽ അല്ലെങ്കിൽ ഇതൾ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഇത് ഫയർ എലിമെൻറ്റോടെ കണക്റ്റഡ് ആണ്. ഫയർ എന്ന് വെച്ചാൽ തീ. അതായത് മൂലാധാരം ഭൂമി, സ്വാധിഷ്ഠാനം വെള്ളം. സോ ഇതാണല്ലോ ഭൂമി. ഈ വിരൽ, ഈ മോതിര വിരൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഭൂമി. ഈ ചുണ്ടുവിരൽ എന്ന് പറയുന്നത് വെള്ളം. അടുത്തത് ഈ പെരുവിരൽ, ഇതാണ് തീ. അപ്പം മണിപൂരകം എന്ന് പറയുന്നത് ഏത് പഞ്ചഭൂതങ്ങളോടാണ് കണക്റ്റഡ്? തീയുടെ കൂടെ കണക്റ്റഡ്. പിന്നെ ഇതിൻ്റെ ഡെയ്റ്റീസ്, ഇതിന് പറഞ്ഞിട്ടുള്ള ഡെയ്റ്റീസ്, ദൈവങ്ങൾ എന്ന് പറയുന്നത് മഹാവിഷ്ണുവും മഹാലക്ഷ്മിയുമാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ മന്ത്രം എന്ന് പറയുന്നത് റാം, RAM, റം, RUM അല്ല, RAM, റാം. അതാണ് മണിപൂരക ചക്രയുടെ മൂലമന്ത്രം. അപ്പം ഇതൊക്കെയാണ് ഒരു ചക്രത്തിനെ രൂപീകരിക്കുമ്പം പറയേണ്ടിയ കാര്യങ്ങൾ. പിന്നെ ഈ ചക്ര ഗുണങ്ങൾ എന്തുവാ? ഈ ചക്രയിൽ എനർജി കൂടിയാൽ എങ്ങനെ ഇരിക്കും, എനർജി കുറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അപ്പം ബാലൻസ്ഡ് ആയിട്ടുള്ളവരുടെ സ്വഭാവങ്ങൾ എങ്ങനെ, അത്രയും നമ്മൾ നോക്കാൻ പോകുന്നുള്ളൂ. എല്ലാ ചക്രാസിലും ഇതൊക്കെ തന്നെ. ഓക്കെ, അപ്പം ഈ മണിപൂരക ചക്ര എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ മറ്റതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, മുഖ്യമുള്ളതല്ല, പ്രാധാന്യമുള്ളതല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. മൂലാധാരം വളരെ പ്രാധാന്യപ്പെട്ടതാണ്. സ്വാധിഷ്ഠാനം അതിൻ്റെ ഗുണങ്ങൾ വെച്ച് നോക്കുമ്പം നമുക്ക് വളരെ വേണ്ടിയ ഒരു ചക്രയാണ്. അത് ഹൈലി ബാലൻസ്ഡ് ആയിട്ട് ഇരുന്നേ പറ്റും. അതേപോലെ തന്നെയാണ് ഈ മണിപൂരക ചക്രയിനും വളരെ പ്രാധാന്യം ഉണ്ട്. ഓക്കെ, അതൊക്കെയാണ് എന്തുവാന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പം ഈ മണിപൂരക ചക്ര, ഇതിന് ഇംഗ്ലീഷിൽ സോലാർ പ്ലക്സസ് എന്ന് പറയും. ഇംഗ്ലീഷിൽ സോലാർ പ്ലക്സസ്. ഓക്കെ, അപ്പം ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുണങ്ങൾ എന്തുവാന്ന് വെച്ചാൽ ഈഗോ. ഓരോന്നായിട്ട് നമ്മൾ നോക്കാം. ഈഗോ, പവർ, മണി, കൺട്രോൾ, അച്ചീവ്മെൻറ്റ്, ഇതൊക്കെയാണ് ഈ ചക്രാസിനെ, ഈ ചക്ര കൊണ്ട് നമ്മൾ കൺകാണിക്കുന്നത് വെച്ചാൽ ഈ ഗുണങ്ങളെല്ലാം കൺട്രോൾഡ് ബൈ മണിപൂരക ചക്ര. അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇപ്പം ഈ ചക്ര വളരെ മോശമായിട്ട്, അതായത് വളരെ എനർജി ഇല്ലാതിരുന്നാൽ ഇതിന് ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ് ഷെയിം.
ഈ ഷെയിം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഷെയിം എന്ന് പറഞ്ഞാൽ നാണക്കേട്. പക്ഷേ ഇതിൽ അങ്ങനെ നാണക്കേട് എന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത്. എന്നുവെച്ചാൽ മലയാളത്തിൽ നാണക്കേട് എന്ന് നമ്മൾ പറയുന്നത് ശരി, രണ്ടും ഒന്ന് തന്നെയാണ്. എന്നാലും ഇംഗ്ലീഷിൻ്റെ ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ നമ്മൾ ഒന്നിനും എടുക്കാൻ പാടില്ല. അതായത് ഇതിലെങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ, മൂലാധാരത്തിൽ സർവൈവലാണ് ഇമ്പോർട്ടൻറ്റ് ആണല്ലോ. മൂലാധാരം ഫസ്റ്റ് ചക്രയിൽ ബേസിക് ആയിട്ടുള്ള സർവൈവൽ നീഡ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. അതിന് എന്തുവാ, ഫിസിക്കൽ ഹെൽത്ത് ആണ് വലുത്. അതായത് മൂലാധാര ചക്ര നന്നായിട്ടിരുന്നാൽ ആ വ്യക്തിക്ക് ഫിസിക്കൽ ഹെൽത്ത് നന്നായിരിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വേണം നമ്മൾ അർത്ഥം എടുക്കാൻ, മനസ്സിലാക്കാൻ. അപ്പം മൂലാധാര ചക്ര ശരിയില്ലെങ്കിൽ അതിന് എന്തുവാ ഉണ്ടാകുന്നത്? പേടി, തൊട്ടനും പിടിച്ചനും ഒക്കെ പേടി. ആ മൂലാധാര ചക്ര നന്നായിട്ടിരുന്നാൽ എന്തുവാ? ട്രസ്റ്റ്. ട്രസ്റ്റ് എന്താ? വിശ്വാസം. അതേപോലെ സ്വാധിഷ്ഠാന ചക്രയിലെ എന്തുവാ, അടുത്ത ലെവൽ, അതായത് സർവൈവലിൻ്റെ ഉള്ള കഴിക്കാനും കുടിക്കാനും ഉണ്ണാനും ഉറങ്ങാനും കുട്ടികളെ ഉണ്ടാക്കാനും ഉള്ള സാഹചര്യങ്ങളൊക്കെ കിട്ടിയാൽ ഹാപ്പിയാണ്. അപ്പം ആ ചക്ര ഒരുവിധം ബാലൻസ്ഡ് ആകുമ്പം അടുത്ത ചക്രയിലോട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഏത്? സ്വാധിഷ്ഠാനം. സ്വാധിഷ്ഠാനയിലെ സർവൈവലും ബേസിക് നീഡ്സും മാത്രമല്ല, കുറച്ചും കൂടെ കൂടുതൽ എന്തുവാ? ഫീലിങ്സ്. അതൊക്കെ നമ്മൾ ആവശ്യത്തിന് കണ്ടു. ഫീലിങ്സ്, ഇമോഷണൽ വെൽബീയിങ്. അപ്പം മൂലാധാര ചക്രയിൽ ഫിസിക്കൽ വെൽബീയിങ്, സ്വാധിഷ്ഠാനയിൽ ഇമോഷണൽ വെൽബീയിങ്. മനസ്സിലായോ? അപ്പം ഈ സ്വാധിഷ്ഠാനയിലെ ഇമോഷൻസ് നേരെ ചൊവ്വേ ആയിട്ടില്ലെങ്കിൽ, മനസ്സിൻ്റെ വികാരങ്ങൾ നന്നായിട്ടില്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് കാണും? കുറ്റബോധം. സെക്ഷുവാലിറ്റി. ഇപ്പം സെക്ഷുവാലിറ്റിയിലൊക്കെ നമ്മൾ നേരത്തെ കണ്ടു, സെക്സ് എന്ന് പറയുന്നത് തെറ്റാണ്. ചിലരൊക്കെ അതിനെക്കുറിച്ച് നല്ല ബോധ്യമില്ലാത്തവർക്ക് കല്യാണം കഴിഞ്ഞു ഭാര്യ ഭർത്താവായിട്ട് ഇരിക്കുമ്പം പോലും അവർക്ക് ഈ സെക്സിനോട് വലിയ ചിലർക്ക് താല്പര്യം കാണത്തില്ല. അപ്പം അതിൽ ഇൻഡൽ ചെയ്യുമ്പം അതിന് പിന്നെ ഒരു ഗിൽറ്റി ഫീലിംഗ് ആണ്. അത് ജെൻസിനും ഉണ്ട്, ലേഡീസിനും ഉണ്ട്. നമ്മൾ ഇതിൽ ഇത് പോയിരിക്കരുതായിരുന്നു ഇതിന് എന്നുള്ള ഒരു ഗിൽറ്റി ഫീലിംഗ്. അപ്പോൾ അതൊക്കെ സ്വാധിഷ്ഠാന ചക്ര ശരിയല്ല, ബാലൻസ്ഡ് അല്ല എന്നുള്ളതാണ്. ബാലൻസ്ഡ് ആയിരുന്നെങ്കിൽ അവൻ്റെ ചിന്താഗതി നേരെ ചൊവ്വയായിരിക്കും. അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നന്നായിട്ടിരുന്നാൽ അവൻ എല്ലാത്തിനെയും നന്നായിട്ട് നോക്കും. അതായത് ഒരു സെൽഫ് എസ്റ്റീം, അവനവൻ്റെ കാര്യങ്ങളിൽ അവനവനെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായം വേണം. സെൽഫ് ലവിനെ കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മറ്റവരെ സ്നേഹിക്കാനുള്ള കഴിവുണ്ടാകത്തുള്ളൂ. ഓക്കെ, ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പം അതുപോലെ ഇപ്പം മണിപൂരകത്തിൽ ആദ്യത്തെ സർവൈവൽ എല്ലാം ശരിയായി, ഫീലിങ്സും ഇമോഷൻസും ശരിയായി. അപ്പം മൂന്നാമത്തെ ചക്ര മണിപൂരക ചക്രയിൽ വരുമ്പോഴത്തേക്ക് എന്തുമായിരിക്കും? അവന് പവർ, എല്ലാം നേരെ ചൊവ്വയുണ്ട്. അപ്പം ഇനി ഞാൻ മറ്റവരെ അടക്കി ആളണം. പവർ, ഈഗോ, അഹങ്കാരം, എനിക്കെല്ലാം അറിയാം, ഞാൻ എല്ലാം തികഞ്ഞവനാ എന്നുള്ള ഒരു ഈഗോ, അഹങ്കാരം. മറ്റവരെ കൺട്രോൾ ചെയ്യണം. അതായത് അങ്ങനെ പല കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈഗോ, പവർ, മണി, കാശ് സമ്പാദിക്കണം, വലിയവനാകണം, സൊസൈറ്റിയിൽ വലിയ പേരും പ്രതാപവും വേണം, നേടിയെടുക്കണം എന്നൊക്കെ ഉള്ള തോന്നൽ വരുന്നതാണ്. ഓക്കെ, അതാണ് മണിപൂരക ചക്രയുടെ ഒരു സ്വഭാവം. ഇതിൽ നെഗറ്റീവായിട്ട് പറയാനുള്ളത് ഷെയിം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നാണക്കേടാണ്. അതായത് ഇതൊന്നും ഇല്ലെങ്കിൽ അവന് പവറില്ല, പണമില്ല, മതിപ്പില്ല, മര്യാദയില്ല എന്നൊക്കെ പറഞ്ഞാൽ അവനെ അതായത് മറ്റവരെല്ലാം അവനെ കൊച്ചാക്കി കാണിക്കും. അതായത് ഗിൽറ്റ് എന്ന് പറഞ്ഞാൽ സ്വയം, അത് എന്തിനാ തിരിച്ചും പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് അത് നല്ലപോലെ അറിയാം. ഈ വീഡിയോയിൽ മണിപൂരക ചക്രനെ കുറിച്ച് ആണ് പറയേണ്ടതെന്ന്. എന്നാലും ഞാൻ പഴയതിലോട്ട് പോകുന്നതിൻ്റെ കാരണം ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നിങ്ങൾക്ക് നടത്തി കാണിക്കുവാണ്. അതിലങ്ങനെ, ഇതിലിങ്ങനെ അങ്ങനെ സോറി, ഒരു 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 ലൈനായിട്ട് വന്നാലേ
നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാനൊക്കത്തും, ഒത്തു നോക്കാനൊക്കത്തും. അങ്ങനെ നോക്കുമ്പം ഈ ഗിൽറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണോ, സ്വാധിഷ്ഠാന ചക്ര നേരെ ആയില്ലെങ്കിൽ ഗിൽറ്റ് ഫീലിംഗ് വെച്ചാൽ സ്വയം ഞാൻ ശരിയല്ല, എനിക്ക് കഴിവില്ല, ഞാൻ അങ്ങനെ തന്നെ താനെ താഴ്ത്തുന്നത്, താത്ത് പറയുന്നത് അല്ലെങ്കിൽ വിചാരിക്കുന്നത്, അത് ഗിൽറ്റ്. അതേ സമയത്ത് ഷെയിം എന്ന് പറയുന്നത് എങ്ങനെയാണോ, മറ്റവർ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഇവൻ ഒന്നിനും കൊള്ളരുതാത്തവൻ, ഇവൻ്റെ അടുത്ത് 5 പൈസ ഇല്ല, ഇവൻ്റെ അടുത്ത് ഞാൻ എന്തിനാ പോയി സംസാരിക്കുന്നത്, ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇവന് ഒരു പവറും ഇല്ല, ഇവനെ ഒന്നും നമുക്ക് ശരിയാവത്തില്ല. അപ്പം ഗിൽറ്റിനും ഷെയിമിനുമുള്ള വ്യത്യാസമാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. ഷെയിം എന്ന് പറഞ്ഞാൽ സ്വയം ഗിൽറ്റ് എന്ന് പറഞ്ഞാൽ സ്വയം നമ്മളെ താഴ്ത്തുന്നത്, കുറ്റബോധം, സ്വയം ഉണ്ടാകുന്ന കുറ്റബോധം. അതേ സമയത്ത് ഈ ഷെയിം എന്ന് പറഞ്ഞാൽ മറ്റവർ നമ്മളെ ചൂണ്ടിക്കാണിക്കും, നീ ശരിയല്ല, നിനക്ക് അതില്ല, ഇതില്ല, പവറില്ല, കാശില്ല എന്നൊക്കെ പറയും. അതാണ് ഷെയിം. ഷെയിമിന് ഓപ്പോസിറ്റ് എന്തുവാ? ഷെയിമിന് കറക്റ്റ് ഓപ്പോസിറ്റ് എന്ന് പറയാനൊക്കത്തില്ല. അതായത് മണിപൂരക ചക്ര നേരെ ഇരുന്നാൽ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാകും. അതായത് റെസ്പെക്റ്റ് എന്ന് വെച്ചാൽ മര്യാദ. അപ്പം നമ്മളെ നമ്മൾ മതിക്കണം. എന്നെക്കുറിച്ച് എനിക്ക് നല്ല ഒരു ബോധം വേണം. എനിക്കിതറിയാം, എനിക്കിത് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ഉള്ള. അപ്പം നമുക്കേ നമ്മളെക്കുറിച്ച് ഒരു നല്ല ഒരു അഭിപ്രായം തോന്നും. 4 സ്ഥലത്ത് പോയാലും തല നിമിർന്ന് ഇരിക്കാൻ തോന്നും. അല്ലെങ്കിലേ നമുക്ക് തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് തന്നെ വേറൊന്നും വേണ്ട. ഒരു നല്ല ഫംഗ്ഷന് പോന്നു, നമ്മൾ അത്രയും നല്ല ഫംഗ്ഷൻ ആയിരിക്കും എന്ന് വിചാരിച്ചില്ല, സാധാരണ ഒരു ഡ്രസ്സിൽ പോന്നു. അവിടെ പോകുമ്പോൾ എല്ലാവരും നല്ല ബ്രൈറ്റായിട്ട് ഭയങ്കരമായിട്ട് ഡ്രസ് ചെയ്ത് വന്നിരിക്കുന്നു. അപ്പം നമുക്കേ ഒരു നാണക്കേടാ, ശേ ഇങ്ങനെ വന്നാൽ പോരായിരുന്നു, ഇനി കുറച്ചും കൂടെ നല്ല ഡ്രസ്സ്. അപ്പം നമ്മൾ തന്നെ ദേഹം അങ്ങ് ചുരുങ്ങും, നമ്മളെ അറിയാണ്ട് ദേഹം അങ്ങ് ചുരുങ്ങും. 4 പേരുടെ മുമ്പിൽ പോയി സംസാരിക്കാൻ നമുക്ക് ധൈര്യം കാണത്തില്ല. അതൊക്കെയാണ് ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതൊക്കെ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കും. അങ്ങനെയൊക്കെ എനിക്കും പല പ്രാവശ്യം അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. ശരി, സാധാരണ ഒരു മീറ്റിംഗ് അല്ലയോ എന്ന് വിചാരിച്ച് സാധാരണ ഒരു ഡ്രസ്സിൽ പോകും. അവിടെ പോയാൽ എല്ലാവരും ഇതിന് ഒരുങ്ങി വന്നിരിക്കും. അപ്പം നമുക്ക് തന്നെ ഒരു വലിയ ഇതില്ല, ഒരു സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് കോൺഫിഡൻസ്, നമ്മളെക്കുറിച്ചുള്ള ഒരു ഇത് തന്നെ പിക്ചർ അത്ര പോരായിരിക്കും അന്നത്തെ ദിവസം. അതുപോലെ ഓക്കെ, ഇതൊക്കെയാണ് ഈ ചക്രാസിൽ കൂടെ വരുന്ന ഫീലിങ്സ് ആണ് ഇതൊക്കെ. ഓക്കെ, ഇനിയൊരു കാര്യം, ഈ മണിപ്പൂരക ചക്ര വളരെ ഇമ്പോർട്ടൻ്റ് ഞാൻ ആദ്യം പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, നമ്മളെ എന്തെങ്കിലും സാധിക്കണം, അതായത് മാനിഫെസ്റ്റേഷൻ. ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പം പ്രകടനമായത് എന്ന് പറഞ്ഞ് ട്രാൻസ്ലേഷൻ ഗൂഗിളിൽ ഇട്ട് നോക്കിയപ്പോൾ അങ്ങനെ പറയുന്നു. പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തുവാ? അതിനെ നേരെയാക്കുന്നു, ഫിസിക്കലായിട്ട് കൊണ്ടുവരുന്നു. അതാണ് മാനിഫെസ്റ്റേഷൻ. ഇപ്പം മാനിഫെസ്റ്റേഷന് ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പം എനിക്ക് നല്ല ഒരു കാർ വാങ്ങിക്കണം. എൻ്റെ കയ്യിൽ ഒരു ചെറിയ കാറേ ഉള്ളൂ, അല്ലെങ്കിൽ കാറേ ഇല്ല. എനിക്ക് നല്ല ഒരു സെഡാൻ കാർ വാങ്ങിക്കണം, ഏറ്റവും വലിയ കാറിൽ പോകണം എന്ന് ഉണ്ട്. അപ്പം അത് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, എപ്പം നമുക്ക് അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാർ വാങ്ങിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, എപ്പം നമുക്ക് ആഗ്രഹിക്കുന്ന കാർ വാങ്ങിക്കാൻ പറ്റുന്നോ അതിന് പേരാണ് മാനിഫെസ്റ്റേഷൻ. അതായത് നമ്മൾ മനസ്സിൽ കണ്ടത് നമുക്ക് ഫിസിക്കലായിട്ട് കിട്ടി. നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് കാർ നിപ്പുണ്ട്, അതാണ് മാനിഫെസ്റ്റേഷൻ. അപ്പം ഈ മാനിഫെസ്റ്റേഷന് ഏത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും മണിപൂരക ചക്ര ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കണം. മണിപൂരക ചക്ര ബാലൻസ്ഡ് ആയിട്ടില്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് പ്രയാസം. അതായത് കാശ് വേണം, പണം വേണം, പ്രൊമോഷൻ വേണം, നല്ല ജോലി വേണം, നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് എടുക്കണം, നല്ല പേരും അന്തസ്സും സൊസൈറ്റിയിൽ കിട്ടണം, അങ്ങനെയൊക്കെ വിചാരിച്ചാൽ അത് നടത്തി കാണിക്കാൻ പറ്റുന്നത് എപ്പം
നമ്മുടെ മണിപൂരക ചക്ര സ്ട്രോങ് ആയിട്ടിരുന്നാൽ മാത്രമേ ഉള്ളൂ. അപ്പം സൊസൈറ്റിയിൽ നല്ല പേരും പുകഴും പണവും പ്രതാപവും ഉള്ള ആൾക്കാർക്ക് മണിപൂരക ചക്ര ഓൾ റൈറ്റ് എന്ന് നമ്മൾ വിചാരിക്കും. അത്രേ ഉള്ളൂ. നമുക്കതൊന്നും ഇല്ലയോ? മണിപൂരക ചക്രയിനെ നന്നാക്കാനുള്ള ജോലികൾ നമ്മൾ ചെയ്യും. അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ? റൈറ്റ്. ഇപ്പം ഇതിലേ അപ്പം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മണിപ്പൂരക ചക്ര സ്ട്രോങ് ആയിരിക്കണം. അതുമാത്രമല്ല, മൂലാധാരം സ്ട്രോങ് ആയിരുന്ന സ്വാധിഷ്ഠാനം സ്ട്രോങ് ആകും. സ്വാധിഷ്ഠാനം സ്ട്രോങ് ആയാൽ മണിപൂരകം സ്ട്രോങ് ആകും. ഒന്നോടൊന്ന് കണക്റ്റഡ് ആണ് എന്ന് പറയാൻ വരുക. ഓക്കെ, ഇപ്പം ഈ സ്വാധിഷ്ഠാനം നന്നായിരുന്നാൽ നമുക്ക് നമ്മളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എങ്ങനാ? എനിക്ക് നല്ല കഴിവുണ്ട്, എനിക്കിത് ചെയ്യാൻ പറ്റും, എൻ്റെ ഓഫീസിൽ എനിക്ക് നല്ല പേരാണ്, ഞാൻ എല്ലാവരെയും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്, എനിക്ക് നല്ല ശമ്പളമാണ്, എനിക്ക് നല്ല പോസ്റ്റാണ്, ഞാൻ ഇനി അടുത്തത് നല്ല പ്രൊമോഷൻ കിട്ടി വരുന്നു, ഇനി അടുത്തത് ഈ കമ്പനിയുടെ CEO ആവണം, അല്ലെങ്കിൽ വലിയ ഒരു പോസ്റ്റിൽ വരണം, ആ കസേരയിൽ ഇരിക്കണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ സ്വാധിഷ്ഠാന ചക്രം നന്നായിരുന്നാൽ നമ്മളെക്കുറിച്ച് സ്വയം നമ്മൾ ചിന്തിക്കുന്നത് നേരെയാകും. അങ്ങനെ ആയാൽ അടുത്തത് മണിപൂരക ചക്രയിലോട്ട് വരുമ്പം നമ്മൾ ലോകത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതും അതുപോലെ നല്ലതായിരിക്കും. അതുപോലെ നല്ലതായിരിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, അതായത് ഞാൻ നന്നായിട്ടുണ്ട് എന്ന് വിചാരിച്ചാൽ ലോകവും നമുക്ക് നന്നായിട്ട് കാണും. നമ്മുടെ കണ്ണിൽ നമ്മുടെ കാഴ്ചപ്പാട്, പെർസെപ്ഷൻ, കാഴ്ചപ്പാട് അതെങ്ങനെ നന്നായിരിക്കും. ലോകത്ത് എല്ലാവരും നന്നായിട്ട് തന്നെ ഉണ്ട്, എല്ലാവരും നല്ലതായിട്ട് തന്നെ പോകുന്നുണ്ട്, ബെറ്ററാണ്, ഓക്കെ, അങ്ങനെ തോന്നും. നമ്മളെക്കുറിച്ച് നമുക്ക് നല്ല ഒരു ധാരണ ഇല്ലെങ്കിൽ, നമുക്ക് സെൽഫ് എസ്റ്റീം ഇല്ലെങ്കിൽ, അപ്പം ലോകത്തിനെ കുറിച്ചും നമുക്ക് നല്ല ഒരു ധാരണ കിട്ടാൻ സാധ്യതയില്ല. അതെങ്ങനെ? എല്ലാം ഒരു നെഗറ്റീവായിട്ടേ നമ്മൾ ചിന്തിക്കും. ഏത് ഗവൺമെൻറ് വന്നാൽ എന്താ, എല്ലാം ഇവൻ തന്നെ, എല്ലാം ഇത് തന്നെ, ഇതേ ഗതി തന്നെ, ഒന്നും നന്നാവത്തില്ല, നാട് നന്നാവത്തില്ല, നമ്മളും നന്നാവത്തില്ല, ലോകമേ മോശം, എല്ലാം നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കും. അപ്പം ഇപ്പം ഇതിലൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്തുവാ? നമ്മളെക്കുറിച്ചാണ്. ഇത് ഞാൻ നേരത്തെ ഫസ്റ്റ് എപ്പിസോഡിലേ പറഞ്ഞു. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഈ ആസ്ട്രൽ ബോഡിയുടെ ഈ ചക്രാസിനെ കുറിച്ച് പറയുമ്പോഴേ പറഞ്ഞു, നമുക്ക് ഈ ചക്രാസിനെ കുറിച്ച് പഠിക്കുന്നതിൻ്റെ ആവശ്യം നമ്മളെ നാം ചോദ്യം ചോദിച്ചോണം. ഇപ്പം ഒരു ചക്രാക്ക് ഈ ഗുണങ്ങളുണ്ട്, ഈ ചക്രാക്ക് ഈ ഗുണങ്ങളുണ്ട് എന്ന് ഞാൻ പറയുന്നു. അപ്പം ഇത് കേൾക്കുമ്പോഴേ ഞാൻ എങ്ങനെ, ഓരോ വ്യക്തിയും സ്വയം അനലൈസ് ചെയ്ത് നോക്കണം. മറ്റവൻ എങ്ങനെ, അടുത്തവൻ എങ്ങനെ, അടുത്ത വീട്ടിലുള്ളവൾ എങ്ങനെ, ഇവനെങ്ങനെ, അതൊന്നും അല്ല നമുക്ക്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരവരുടെ പാട്. നമുക്ക് നമ്മളെ നന്നാക്കാനുള്ള വഴികൾ. ഞാൻ ഇങ്ങനാണോ, ഞാൻ അങ്ങനാണോ, എനിക്ക് കഴിവുണ്ടോ, എനിക്ക് കഴിവില്ലയോ, എനിക്ക് എൻ്റെ പുറത്ത് ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, എൻ്റെ പുറത്ത് സെൽഫ് റെസ്പെക്റ്റ് എനിക്കുണ്ടോ, ഞാൻ എന്നെ റെസ്പെക്റ്റ് ചെയ്താൽ മാത്രമേ മറ്റവരെ എന്നെ റെസ്പെക്റ്റ് ചെയ്യത്തുള്ളൂ. ഞാൻ സ്വയം മര്യാദ തന്നാൽ മാത്രമേ മറ്റവരെനിക്ക് മര്യാദ കാണിക്കത്തുള്ളൂ. വേറൊരു ചൊല്ലുണ്ട്, നമ്മൾ എത്ര ദൂരം മറ്റവരെ മര്യാദ കാണിക്കുന്നു അതിനേറ്റ പോലെ നമുക്ക് ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നൊക്കെ ഉണ്ട്. അത് കറക്റ്റ്. അത് ലോക രീതിയിൽ മറ്റവരുടെ കൂടെ ഇടപഴകുമ്പം എങ്ങനെയാ നമ്മൾ പെരുമാറേണ്ടിയെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ സ്വയം നമുക്ക് നമ്മളെക്കുറിച്ച് നല്ല ഒരു ധാരണ എന്നും മനസ്സിൽ വേണം. ഇപ്പം എനിക്ക് മനസ്സിലായി, ചിലരുടെ മനസ്സിൽ ഇപ്പോൾ എൻ്റെ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ, ചിലരുടെ മനസ്സിൽ ഓടുന്നത് അങ്ങനെ, എന്താ ടീച്ചറെ, അല്ലെങ്കിൽ എന്താ മാഡം, അല്ലെങ്കിൽ വത്സമ്മേ, എനിക്ക് യാതൊരു കഴിവും ഇല്ല, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, ഞാനിവിടെ വീട്ടിലെ അടുക്കളയിൽ കിടന്ന് മടക്കി വരണം,
എനിക്ക് വെളിയിൽ പോകാൻ അറിഞ്ഞൂടാ, 4 പേരെടുത്ത് സംസാരിക്കാൻ അറിഞ്ഞൂടാ, എനിക്ക് ഒരു കഴിവുമില്ല, പിന്നെ എന്നെക്കുറിച്ച് എനിക്ക് തന്നെ എങ്ങനെ റെസ്പെക്റ്റ് വരും എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉദിക്കാം. അപ്പം എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്തിലാണ് കഴിവ് എന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് അതിനെ വർദ്ധിപ്പിക്കാൻ നോക്കണം. അപ്പം സ്വയം നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാകും, നമ്മുടെ സെൽഫ് എസ്റ്റീം കൂടും. മനസ്സിലായോ? ഇപ്പൊ ഞാൻ പറയട്ടെ, ശരി, ഇതേ ഉദാഹരണം എനിക്കറിയാം. എത്രയോ പെൺപിള്ളേര്, പഠിച്ച പെൺപിള്ളേരും വീട്ടിൽ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ അമ്മയച്ഛനും ഉണ്ട്, അല്ലെങ്കിൽ അമ്മയച്ഛനും ഒക്കെ ഉണ്ട്, അവരെയൊക്കെ നോക്കണം. അതുകൊണ്ട് ചിലപ്പോൾ ഭർത്താവ് പറഞ്ഞാണ്, ഞാൻ സമ്പാദിക്കുന്നത് മതി, നീ വീട്ടിൽ ഇരി, അവരെയൊക്കെ നോക്കിക്കൊണ്ട് നീ വീട്ടിൽ ഇരുന്നാൽ മതി, അതേ വലിയ കാര്യം, ഇത് ജോലിക്ക് പോണ്ട എന്ന് പറയുന്ന ഭർത്താക്കന്മാരുണ്ട്. ചിലർ ജോലിക്കൊന്നും പോണ്ട, നീ നല്ല പഠിച്ചിട്ടുണ്ട്, എനിക്കറിയാം, ഞാൻ കൊണ്ടുവരുന്ന വെച്ച് കുടുംബം നടത്തിയാൽ മതി, അങ്ങനെ പറയുന്നവരുണ്ട്. പഠിക്കാത്ത പെണ്ണുങ്ങളുണ്ട്, 10ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ ഏതോ ഒരു സാഹചര്യം അവർ പഠിച്ചില്ല. ഇപ്പോഴും ഞാൻ അതും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എനിക്കറിഞ്ഞ എത്രയോ പെണ്ണുങ്ങൾ, ജോലിക്ക് പോകാത്ത പഠിച്ച പെണ്ണുങ്ങൾ +2 വരെ ട്യൂഷൻ എടുക്കുന്നുണ്ട് വീട്ടിൽ. ഹസ്ബൻഡിനെക്കാട്ടിലും കൂടുതൽ സമ്പാദിക്കുന്നുണ്ട് വീട്ടിൽ ഇരുന്നുകൊണ്ട്. രാവിലെ 2 ബാച്ച്, വൈകുന്നേരം 4-5 ബാച്ച്. പോരെ? ഒരു മാസം 50,000 1 ലക്ഷം സമ്പാദിക്കുന്ന പെണ്ണുങ്ങളെ എനിക്കറിയാം. പഠിക്കാത്ത പെണ്ണുങ്ങൾ, വീട്ടമ്മമാർ 2ാം ക്ലാസ് വരെ ട്യൂഷൻ എടുക്കും, 4ാം ക്ലാസ് വരെ ട്യൂഷൻ എടുക്കും. എന്താ വെച്ചാൽ അവരുടെ മക്കൾ ചിലപ്പോൾ 2-ലും 3-ലും 4-ലും ഒക്കെ ആയിരിക്കും. മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനൊപ്പം മക്കളുടെ സ്കൂളിലുള്ള കുറച്ച് പിള്ളേരെയും കൂടെ പറഞ്ഞു കൊടുത്താൽ എന്തോ ഒരു വരുമാനമായല്ലോ. ഒരു 100 രൂപ ആണെങ്കിലും നമുക്ക് സ്വയം സമ്പാദിക്കാൻ പറ്റിയാൽ അതിൻ്റെ ഒരു വില തന്നെയാണ്. ഹസ്ബൻഡ് എത്രയോ കൊണ്ടുവരട്ടെ, നമ്മൾ അധ്വാനിച്ച് നമ്മളുടെ പ്രയത്നം കൊണ്ട് നമ്മൾ ശ്രമിച്ച് ഒരു 100 രൂപ ഉണ്ടാക്കിയാൽ അതിൻ്റെ വില വേറെയാണ്. അപ്പം എനിക്ക് കഴിവില്ല, അതില്ല, ഇതില്ല, ഞാൻ കറുത്തതാണ്, എനിക്ക് നിറവില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ എനിക്ക് അതറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ വെളിയിൽ പോകാൻ അറിഞ്ഞുകൂടാ, 4 പേരുടെ കൂടെ എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ എന്ന് ഉള്ളിൽ ഒതുങ്ങാതെ, അതേസമയത്ത് എക്സ്ട്രോവേർട്ടായിട്ട് വെളിയിൽ തന്നെ ഊരി ചുറ്റിക്കൊണ്ട് ആ രീതിയൊന്നുമല്ല ഞാൻ പറയുന്നത്. നല്ല ഡീസൻ്റായിട്ട് നമ്മൾ ഒരു കുടുംബത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് കഴിയുന്ന രീതിയിൽ 4 കാശുണ്ടാക്കാൻ പഠിക്കണം. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം. അപ്പം ഇതിനൊക്കെ മണിപ്പൂരക ചക്ര നേരെ ആവണം. അതിനാണ് ഞാൻ വരുന്നത്, ആ പോയിന്റിലാണ് ഞാൻ കയറി പിടിക്കുന്നത്. ഓക്കെ, സോ സെൽഫ് എസ്റ്റീം വേണം, സെൽഫ് റെസ്പെക്റ്റ് വേണം. അപ്പം മറ്റവരും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും. അതാണ് അതിൻ്റെ പോയിന്റ്. ഇനി അത് മാത്രമല്ല, ഈ സെൽഫ് എസ്റ്റീം എന്ന് പറയുമ്പം അമ്മയും അച്ഛനും കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തുന്നു അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ കണ്ടു. അമ്മയും അച്ഛനും ഒരു കൊച്ചിനെ വളർത്തുന്നതിൽ വലിയ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓക്കെ, വലിയ ഒരു മുഖ്യ പങ്കുണ്ട്. അപ്പം അത് നമ്മൾ നേരെ ചൊവ്വേ ചെയ്താലേ ആ കൊച്ച് സെൽഫ് എസ്റ്റീമോടുകൂടി നല്ല ഒരു തൻ്റെ ഇടവും സാമർഥ്യവും ഉള്ള ഒരു കൊച്ചായിട്ട്, ഒരാളായിട്ട് വളർന്നു വരും. അല്ലെങ്കിൽ ഈ ഇങ്ങനെ തലയിൽ കുട്ടി ഒന്നിനും കൊള്ളരുതാത്തവൻ, കഴിവില്ല, അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞ് ചെയ്ത് ഒരു കൊച്ചിനെ വളർത്താൽ, അല്ലെങ്കിൽ ആ കൊച്ചിന് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കാതെ, ഇപ്പോഴൊക്കെ ഈ അമ്മമാർക്കൊക്കെ വലിയ ഒരു അസുഖമുണ്ട്. എപ്പോൾ നോക്കിയാലും വാട്സപ്പ്, എപ്പോൾ നോക്കിയാലും ഫേസ്ബുക്ക്, അതാണ് ലോകം. രാത്രി ഇപ്പോൾ കിടക്കുന്നവരെ എന്തെങ്കിലും കമൻ്റ് അടിക്കുക, രാവിലെ കണ്ണ് തുറന്ന ഉടനെ അതിലാണ് നോക്കുന്നത്. നമ്മുടെ കരാഗ്രേ വസതേ ലക്ഷ്മി അതൊക്കെ പോയി, അതൊക്കെ കാറ്റിപ്പോയി. കണ്ണ് തുറന്ന ഉടനെ മൊബൈൽ എടുക്കും, എത്ര ലൈക്സ് കിട്ടി, ഞാൻ ഇന്നലെ രാത്രി 12 മണിക്ക് ഏതോ ഒന്ന് ഇട്ടല്ലോ, ഒരു പോസ്റ്റ് ഇട്ടല്ലോ, അതിന് നേരം വെളുത്തുടനെ എത്ര ലൈക്ക് കിട്ടി. ഇതൊക്കെയാണ് നോട്ടം. ഇപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ഉണ്ട്. കുഞ്ഞുങ്ങളെ പോലും നേരെ ചൊവ്വേ നോക്കാതെ, അവർക്കുള്ള സ്നേഹം കൊടുക്കാതെ, അവരുടെ കൂടെ സമയം ചെലവിടാതെ, എന്തെങ്കിലും പഠി അല്ലെങ്കിൽ TV നോക്ക് എന്ന് പറഞ്ഞ് മൊബൈലിൽ സമയം കളയുന്ന ഒരുപാട് അമ്മമാരിപ്പം ഉണ്ട്. അവർക്കെല്ലാം കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത്, കുഞ്ഞുങ്ങളെ നമ്മൾ നേരെ ചൊവ്വേ വളർത്തണം.
നമുക്ക് ആദ്യം കുഞ്ഞുങ്ങളാണ് വലുത്, പിന്നെ ഭർത്താവ്, പിന്നെ ബാക്കിയുള്ളവർ. അതിന് പിന്നെ ആയിരിക്കും നമ്മുടെ കാര്യങ്ങൾ. ഓക്കെ, അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം ഇതേ അതൊരു കാര്യം. രണ്ടാമത്, ഈ മണിപ്പൂരക ചക്രയിലെ പവർ, അതായത് എനർജി കൂടിയാൽ എങ്ങനെ, എനർജി കുറഞ്ഞാൽ എങ്ങനെ, ബാലൻസ്ഡ് ആയിരുന്ന എങ്ങനെ, ഇത് മൂന്നുമാണ് നമ്മൾ മെയിനായിട്ട് എപ്പോഴും നോക്കേണ്ടത്. എനർജി കൂടിയാൽ എങ്ങനെ, ഇത് വലിയ ഒരു അസുഖം പിടിച്ച ഒരു സംഗതിയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണേ. എന്താ വെച്ചാൽ ഞാനും അങ്ങനെ എത്രയോ പേരുടെ കൂടെ ഇടപഴകിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലും എത്രയോ പേര് അങ്ങനെ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് നല്ലപോലെ മനസ്സിലാക്കി ഫീൽ ചെയ്താണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം എൻ്റെ അനുഭവത്തിലും ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ധൈര്യമായിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? അതായത് ഈ മണിപൂരക ചക്രയിൽ എനർജി കൂടിയാൽ വരുന്ന കുഴപ്പം സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് വെച്ചാൽ എന്തുവാ? എപ്പോഴും ഞാൻ മുന്നിൽ നിൽക്കണം, ഞാനാണ് വലുത്, ഞാൻ പറയുന്നതാണ് ശരി, എനിക്കേ എല്ലാം അറിയാവൂ, ഞാനാണ് ലീഡർ എന്നുള്ള ഒരു അഹങ്കാരം. ഇതാണ് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. അങ്ങനെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് തല പെരുത്ത് വരുമ്പോഴേ, തലയിൽ മൂത്ത് വരുമ്പോഴേ എന്താകും? ഒരുപാട് അഹങ്കാരം, അഗ്രസീവ് എന്ന് വെച്ചാലേ ഈ എത്രയോ ഭർത്താക്കന്മാര് വൈഫ്സിനെ അടിക്കും, മനസ്സുകൊണ്ട് വേദനിപ്പിക്കും, കൈകൊണ്ട് അടിക്കും. അതൊക്കെ വളരെ തരം താഴ്ന്ന ഒരു സംഗതികളാണ്. പക്ഷേ എത്രയോ പേര് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പഠിച്ചവന്മാർ പോലും ചെയ്യുന്നു, പഠിച്ചവരും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഈ ഈ മണിപ്പൂരക ചക്രയിൽ ബാലൻസ് ശരിയല്ല. അതായത് എനർജി കൂടുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഈ അഗ്രസീവ് ബിഹേവിയർ വരുന്നത്. ഞാൻ എപ്പോഴും അതാ പറയുന്നത്, കുടിച്ചിട്ട് വന്ന് അടിക്കുന്നവനെ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. എന്താണ്, ആ കുടിബോധം തീരുമ്പോൾ സോറി അടി, ഞാൻ നിന്നെ അടിച്ചല്ലോ അന്ന് കൂടെ പറയാം. ഈ കുടിക്കാതെ നേരെ ചൊവ്വേ സ്വയ ബുദ്ധിയോട് ഇരിക്കുമ്പം അടിക്കുന്ന ഭർത്താക്കന്മാരെ എന്ത് ചെയ്യണം? അതൊക്കെ ഈ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, അഹങ്കാരം കൂടിക്കൂടി വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത്. അതായത് ഭാര്യ എന്ന് പറയുന്നത് എൻ്റെ ഒപ്പം ഉള്ളതാണ്, ഈക്വലാണ്, എൻ്റെ സഹധർമ്മിണിയാണ് എന്നുള്ള വിചാരം ഇല്ല. എന്തോ അയാളുടെ ജോലിക്ക്, അയാളുടെ വീട്ടിൽ അയാളുടെ അമ്മയച്ഛനെയും പിള്ളേരെയും എല്ലാവരെയും വീട്ടിലെയും നോക്കാൻ കൊണ്ടുവന്ന ഒരു അൺപെയ്ഡ് ജോലിക്കാരി. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ, അങ്ങനത്തെ ചിന്താഗതിയുള്ള ആണുങ്ങളുണ്ട് ഒരുപാട്. അങ്ങനെ അതേപോലെ അഹങ്കാരം, അരഗൻസ്, എപ്പോഴും ഞാൻ തന്നെ മുന്നിൽ നിൽക്കണം, ഈ വീട്ടിൽ ഞാൻ പറയുന്നതേ മറ്റവർ കേൾക്കാവൂ എന്നൊക്കെ ഉള്ള വിചാരങ്ങൾ. അതേമാതിരി ഈ ഈ ഷോ ഓഫ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അകത്ത് പൊള്ളയായിരിക്കും, അകത്തൊന്നുമില്ല, പക്ഷേ വലിയ ഷോ കാണിക്കുക. കഷ്ടപ്പെട്ടെങ്കിലും അല്ലെങ്കിൽ കടം വാങ്ങിച്ചെങ്കിലും വലിയ വാച്ച് കെട്ടുക, 4 പേരുടെ കൂട്ട് വലിയ വലിയ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സ് ഇടുക. അടുത്ത് പോയി 5 നിമിഷം സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാകും അതിനകത്ത് ഒന്നും ഇല്ലെന്ന്, സ്റ്റഫൊന്നും ഇല്ലെന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ വെളി കാണുമ്പോൾ ഒരു ഷോ. അതൊക്കെ ഈ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളവർ കാണിക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഞാൻ ആണുങ്ങളെ മാത്രമല്ല പറയുന്നത്, പെണ്ണുങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് ആണ് പെണ്ണെന്നുള്ള വ്യത്യാസമേ ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ ഇപ്പം എൻ്റെ പ്രായം കൊണ്ടായിരിക്കാം എനിക്ക് എല്ലാവരെയും എൻ്റെ മക്കളായിട്ട് കാണാനുള്ള മനസ്ഥിതിയാണ് ഇപ്പം. അപ്പം ഐ എം ദ മദർ ടു ഓൾ എന്നുള്ള രീതിയിലാണ് ഞാൻ എല്ലാവരെയും ഇപ്പം നോക്കുന്നത്. എന്നാലും അപ്പം ആണുങ്ങളെല്ലാം മോശം, പെണ്ണുങ്ങളെല്ലാം നല്ലവർ, അല്ലെങ്കിൽ പെണ്ണുങ്ങളെല്ലാം മോശം, ആണുങ്ങളെല്ലാം നല്ലവർ, അങ്ങനൊന്നും പറയാനില്ല. ആണും പെണ്ണും എന്ന് പറയുന്നത് മനുഷ്യരാണ്. അപ്പം മനുഷ്യരുടെ സ്വഭാവങ്ങൾ പല രീതിയിലാണ്. ഓക്കെ, അപ്പം പെണ്ണുങ്ങളിൽ അഹങ്കാരം ഇല്ലാത്തവർ ഇല്ല എന്നാണ് പറയുന്നത്? അങ്ങനൊന്നുമില്ല. പെണ്ണുങ്ങൾക്ക് ഇഷ്ടം പോലെ അഹങ്കാരമുണ്ട്. അഹങ്കാരം, തിമിര്, അഡ്ജസ്റ്റ് ചെയ്ത് പോകാത്ത സ്വഭാവം, ഒരുപാട് കാര്യങ്ങൾ.
സോ ഞാൻ ഒരു ജെൻഡറിനെ മാത്രം, ആണിനെ മാത്രം അല്ലെങ്കിൽ പെണ്ണിനെ മാത്രമോ ഒന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ഈ ഉണ്ടെന്ന് അറിഞ്ഞാൽ അതിനെ മനസ്സിലാക്കി എടുത്ത് അതിനെ മാറ്റാൻ നോക്കണം. അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞേ, നമുക്കിനി സെൽഫ് ഇമ്പ്രൂവ്മെന്റ് വേണ്ട. സെൽഫ് ഇമ്പ്രൂവ്മെന്റ് എന്ന് വെച്ചാൽ ഇന്ന് 5 രൂപയ്ക്ക് പഴം വിറ്റു, നാളെ 10 രൂപയ്ക്ക് പഴം വിറ്റു, അതുകൊണ്ട് 5 രൂപയുടെ ലാഭം കൂടി, അതാണ് ഇമ്പ്രൂവ്മെന്റ്. അതല്ല നമുക്ക് വേണ്ടിയത്. നമുക്ക് സെൽഫ് ട്രാൻസ്ഫോർമേഷൻ. ഒറ്റടിക്ക് 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 ഇന്നലത്തെക്കാട്ടിലും ഇന്നത്തെ വത്സല ബെറ്റർ, ഇന്നത്തെക്കാട്ടിലും നാളത്തെ വത്സല ബെറ്റർ. അങ്ങനെ നമ്മളും നമ്മുടെ സ്വഭാവങ്ങളെല്ലാം, ചീത്ത സ്വഭാവങ്ങളെല്ലാം കണ്ടുപിടിച്ച് അകത്തുനിന്ന് തോണ്ടിയെടുത്ത് അതിനെ മാറ്റി ഏറ്റവും നല്ല ഒരു വ്യക്തിയാക്കണം. അതാണ് നമുക്ക്. അതിനാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ. ഓക്കെ. സോ ആണ് വലുതോ പെണ്ണ് വലുതോ അങ്ങനത്തെ ചർച്ചയൊന്നും അതിലൊന്നും ഞാൻ എനിക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതിയേ ഇല്ല. എനിക്ക് അതൊന്നും നമുക്ക് ആർക്കുമേ അതൊന്നും ആവശ്യമില്ല. ദൈവം എല്ലാവരെയും ഒരുപോലെയാണ് ജനിപ്പിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ കൊണ്ടുവരുന്ന വാങ്ങി വന്ന വരം, നമ്മളുടെ നെഗറ്റീവ് കർമ്മ, നമ്മളുടെ പഴയ ജന്മങ്ങളുടെ വാസനകളും അതും ഇതുമൊക്കെ ഉള്ളതുകൊണ്ടാണ് മനുഷ്യരിൽ ഇത്രയും വ്യത്യാസങ്ങൾ വരുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അമ്മൂമ്മ അങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ എൻ്റെ അപ്പൂപ്പൻ അങ്ങനെ ആയിരുന്നു, എൻ്റെ അമ്മയ്ക്ക് ഒരു കഴിവുമില്ല, എൻ്റെ അച്ഛനും പഠിത്തമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ എന്ന് വിചാരിക്കരുത്. ജീൻസാണ്, നെഗറ്റീവ് കർമ്മയാണ്, അതാണ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എസ്കേപ്പിസം വേണ്ട. എസ്കേപ്പിസം എന്ന് വെച്ചാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സ്വഭാവം വേണ്ട. എനിക്ക് ഈ സ്വഭാവം, കെട്ട സ്വഭാവം എൻ്റെ കയ്യിലുണ്ടോ? ഉണ്ട്. കണ്ടുപിടിക്കുക. ആദ്യം ഐഡന്റിഫൈ, കണ്ടുപിടിക്കുക. അടുത്തത് അതിനെ മാറ്റാനുള്ള വഴികൾ കണ്ടുപിടിക്കുക, മാറ്റണം. അടുത്ത ദിവസം നമ്മൾ കണ്ണു തുറന്ന് രാവിലെ എണീക്കുമ്പം ഇന്നലത്തെക്കാട്ടിലും നല്ല ഒരു വ്യക്തിയായിട്ട് ഇന്ന് എണീക്കണം. അതാണ് നമ്മളുടെ ആവശ്യം. ഓക്കെ. അല്ല, ഇപ്പം ഞാൻ എന്തിനാ ഇത്രയും പറഞ്ഞതെന്ന് വെച്ചാലേ, കേൾക്കുന്നതിൽ ആണുങ്ങളും ഉണ്ട്, എനിക്ക് ഫോളോവേഴ്സിൽ ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട്. അപ്പം ഞാൻ ആരെങ്കിലും ഒരു ഭാഗം സൈഡ് പിടിക്കുവാന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ അതിനെക്കാട്ടിലുമൊക്കെ ഉയർന്ന തളത്തിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. ഓക്കെ. ഹസ്ബൻഡ് വലുതോ വൈഫ് വലുതോ, അല്ലെങ്കിൽ ആണ് വലുതോ പെണ്ണ് വലുതോ, ആ ചിന്തയൊന്നും, അങ്ങനത്തെ സംസാരങ്ങളൊന്നും നമുക്ക് ആവശ്യമേ ഇല്ല. രണ്ടുപേരും വലുത് അല്ലെങ്കിൽ രണ്ടുപേരും ചെറുത്, ദാറ്റ്സ് ഓൾ. ഓക്കെ. സോ അതല്ല നമ്മളുടെ ഞാൻ എത്ര നന്നായിട്ട്, ഞാൻ ഇനി എത്ര നന്നാവണം, ഞാൻ മുക്തിയെ നോക്കി പോകുമ്പോൾ ഞാൻ ഇനി എന്തൊക്കെ ചെയ്യണം, അതാണ് നമുക്ക് വേണ്ടിയത്. ഓക്കെ. സോ അങ്ങനെ വിചാരിച്ച് കളയല്ലേ എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഈ സുപ്പീരിയോറിറ്റി കോംപ്ലക്സിലും ഉള്ളത്. ഈ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആളുകളോട് നമുക്ക് ഇടപഴകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ അവർക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത് തൊട്ട് തീണ്ടിയിട്ടില്ല. അവരെ ഒന്നിനും തല വഴങ്ങി കൊടുക്കത്തില്ല. അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. അവർ പറഞ്ഞത് വേണം, അവർ പറഞ്ഞതാണ് ന്യായം, അവർ പറഞ്ഞതാണ് ചട്ടം. അങ്ങനത്തെ പോക്കുള്ളവരെടുത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ശരി, പോട്ടെ. മണിപ്പൂര ചക്രയിൽ എനർജി കുറഞ്ഞാൽ എങ്ങനെയാ? എന്തോ കോംപ്ലക്സാ? ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മാത്രം എന്തോ നല്ലതാണോ? അത് സുപ്പീരിയോറിറ്റി കോംപ്ലക്സിനെക്കാട്ടിലും മോശമാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് വെച്ചാൽ എന്തുവാ? അയ്യോ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എനിക്ക് ഒരു കഴിവുമില്ല, എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ നട്ടല്ലില്ലാത്ത ഒരു രീതി. സിമ്പിൾ മലയാളത്തിൽ പറഞ്ഞാൽ നട്ടല്ലില്ലാത്ത ഒരു രീതിയാണ്. അതുമാത്രമല്ല, അവർക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ മടിയാണ്. അയ്യോ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ ഇതിലൊന്നും ഇടപെടത്തില്ല, എനിക്കറിഞ്ഞൂടാ, അങ്ങനെ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറാനാണ് നോക്കുന്നത്. അപ്പം റെസ്പോൺസിബിലിറ്റി എടുക്കില്ല. അതുമാത്രമല്ല, മറ്റവരെ കുറ്റം പറയും. സ്വയം ചെയ്യാൻ അറിഞ്ഞൂടെങ്കിലും മറ്റവരെ കുറ്റം പറയും. അപ്പം അവർക്ക് അടുക്കും ചിട്ടയും ഒന്നും കാണത്തില്ല. ഒരു തൻ്റെ ഇടം സാമർഥ്യം ഇല്ലാത്ത ആൾക്കാർ. അതുമാത്രമല്ല, ഇങ്ങനത്തെ ആൾക്കാരുടെ കൂടെ ജീവിക്കുന്നത് അതിനെക്കാട്ടിലും പ്രയാസം. അവരെയൊക്കെ നമ്മൾ എത്ര പൊക്കി കൊണ്ടുവരാൻ നോക്കിയാലും പൊങ്ങത്തില്ല.
അത് മാത്രമല്ല, ഇവർക്കെല്ലാം ഒരു മാസ്ക് ഉണ്ട്. മാസ്ക് എന്ന് വെച്ചാലേ, ഇപ്പൊ കൊറോണ വന്നേ പിന്നീടാണ് നമ്മൾ ഈ മാസ്ക് ഇട്ടുകൊണ്ട് നടക്കുന്നത്. പക്ഷേ കൊറോണയ്ക്ക് മുമ്പേ എത്രയോ കാലമായിട്ട് ആൾക്കാർ പലവിധമായിട്ടുള്ള മാസ്കുകൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എങ്ങനത്തെ മാസ്കുകളാ? ഓ, ഉള്ളിലുള്ള ഒന്ന് വെച്ചോണ്ട് വെളിയിൽ പുറമേ അഭിനയിക്കുക, അതാണ് മാസ്ക്. അപ്പം ഈ അഭിനയങ്ങളെല്ലാം എവിടുന്ന് വരുന്നു? അത് മാത്രമല്ല, ഈ ഇപ്പം ഈ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, ഇപ്പം ഹസ്ബൻഡിന് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആണ്, വൈഫിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. വൈഫിനും ഹസ്ബൻഡിനെ നേരിട്ട് പോരിടാൻ വയ്യെങ്കിലും അവരും അവരുടെ രീതിയിൽ പല രീതിയിലും കാണിക്കും, വേലത്തരങ്ങൾ കാണിക്കും. നേരെ ചൊവ്വേ ചോറ് വെച്ച് കൊടുക്കത്തില്ല, അല്ലെങ്കിൽ നേരെ ചൊവ്വേ അവർക്ക് ഇഷ്ടമുള്ള ഒന്നും ചെയ്തു കൊടുക്കത്തില്ല, അവർ പറഞ്ഞാൽ കേൾക്കത്തില്ല. അങ്ങനെയൊക്കെ എല്ലാവരും പല രീതിയിലാണ് മനുഷ്യർ പ്രതികരിക്കുന്നത്. പക്ഷേ നമ്മൾ ഏത് രീതിയിൽ പ്രതികരിക്കണോ ആ രീതിയിൽ മാത്രമേ പ്രതികരിക്കാവൂ. അപ്പം അത് എന്തുവാന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അത് മാത്രമല്ല, അത് ഈ ഈ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, അപ്പം ഈ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്നർത്ഥം. ഓക്കെ, അത് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആണെങ്കിലും ശരി, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണെങ്കിലും ശരി, അത് രണ്ടും ശരിയല്ല. ഈ രണ്ട് പേരുടെ കൂടെയും നമുക്ക് നോർമലായിട്ടുള്ള ആൾക്കാർക്ക് കഴിഞ്ഞുകൂടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അത് മാത്രമല്ല, ഈ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളവരുണ്ടല്ലോ, എപ്പോഴുമേ ഈ കുറേ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആൾക്കാരെ കൂടെ വെച്ചേക്കും. അപ്പോഴല്ലേ അവർക്ക് വലിയ ആളാകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ശരി, ഈ ബാലൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ? ഇപ്പോഴാണ് ഈ ഓരോ കാര്യങ്ങൾ ഞാൻ പറയുമ്പോഴും നമ്മൾ സ്വയം ചോദ്യം ചോദിച്ച് നോക്കണം. ഓക്കെ, അപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണോ അവര്, അതായത് ഏത് ചാലഞ്ച് കൊടുത്താലും അവരതിനെ ഏൽക്കാൻ തയ്യാറാണ്. ഏത് ജോലി കൊടുത്താലും, ചാലഞ്ച് എന്ന് വെച്ചാൽ ഏത് ജോലി, ഏത് റെസ്പോൺസിബിലിറ്റി കൊടുത്താലും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാണ്. വേറൊരു കാര്യം, അവർക്ക് ഏതെങ്കിലും ഒരു പാളിച്ച വന്നാൽ അതിനെ അവർ സ്വയം അക്സെപ്റ്റ് ചെയ്യും. ശരിയാ, ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ നിങ്ങൾ പറയുന്നത് ശരിയാണ്, അത് എൻ്റെ ഭാഗത്തുള്ള തെറ്റാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം അവർക്ക് കാണും. എപ്പോ മണിപ്പൂരക ചക്ര ബാലൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ. അതുമാത്രമല്ല, ഈ കുറ്റത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, അതിനെ മാറ്റാനുള്ള മനസ്സും അവർക്കുണ്ട്. വെറുതെ അതെ ഞാൻ ചെയ്തത് തെറ്റാ, സോറി എന്ന് പറഞ്ഞിട്ട് പോകുന്നതല്ല. പക്ഷെ നമ്മൾ എന്താ ഇങ്ങനെ ചെയ്തേ, നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു പാളിച്ച ഇങ്ങനെ വന്നുപോയി, ഇനി അടുത്ത പ്രാവശ്യം ഇങ്ങനെ വരരുത്, നമ്മൾ ചെയ്തത് ശരിയല്ല, അതിനെ മാറ്റണം. അപ്പം ഒരുപാട്, ഞാൻ എന്തിനാ ഇതൊക്കെ വലുതായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, ഒരുപാട് പേർക്ക് സംസാരിക്കാൻ അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു പ്രാവശ്യം ഈ സ്റ്റേറ്റ്മെന്റ് ഞാൻ തന്നിട്ടുണ്ട്. 70 വയസ്സ് 80 വയസ്സായ ആൾക്കാർക്ക് പോലും എങ്ങനെയാ സംസാരിക്കുന്നതെന്ന് അറിഞ്ഞൂടാ, എങ്ങനെയാ മറ്റവരുടെ കൂടെ ഇടപഴകുന്നതെന്ന് അറിഞ്ഞൂടാ, എങ്ങനെ പ്രതികരിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ. അപ്പം ഇത്രയും വയസ്സായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അത് മാത്രമല്ല, ഒരാളിന് സ്വയം അവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കാനും, ഒന്നേ സ്വയം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ മറ്റൊരു ചൂണ്ടിക്കാണിക്കുമ്പോഴെങ്കിൽ അത് മനസ്സിലാക്കണം. അയ്യോ, എത്ര പേരാ നമ്മൾ സ്വയം അവർക്ക് അറിഞ്ഞുകൂടാ, അവർ ചെയ്യുന്നതെല്ലാം തെറ്റാണ്, പറയുന്നതെല്ലാം അസഭ്യമേ പറയത്തുള്ളൂ, ചെയ്യുന്നതെല്ലാം പൊട്ടത്തെറ്റായിരിക്കും. പക്ഷേ വിചാരം ഈ സുപ്പീരിയോറിറ്റി കോംപ്ലക്സിൻ്റെ കൂട്ട് ഞാനെല്ലാം ചെയ്യുന്നത് ശരിയാന്നുള്ള വിചാരം. ശരി, നമ്മൾ എന്തെങ്കിലും ഒന്ന് എടുത്ത് പറയാമെന്ന് പോയാൽ കേൾക്കില്ല. എനിക്ക് ഒരു അഡ്വൈസും വേണ്ട, നീ ആര് എന്നെ അഡ്വൈസ് ചെയ്യാൻ? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ, വെളിയിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എങ്ങനെയെങ്കിലും പോട്ടാൻ തള്ളിക്കളയാം. വീട്ടിലുള്ള ആൾക്കാർ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വേറെ ആരെടുത്ത് പോയി പറയും? അപ്പം
സ്വയം അവനവൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ അറിഞ്ഞൂടാ. മറ്റവർ പറഞ്ഞാൽ അതിനെ സ്വീകരിക്കത്തില്ല. സ്വീകരിക്കത്തില്ല വെച്ചാൽ ശരിയാ, അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. സ്വീകരിക്കുന്നു എന്നുള്ളത് ശരിയാണോ എന്ന് എനിക്കറിയാൻ വയ്യ. അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, അതിനെ ശരിവെക്കൂല. ഞാനെല്ലാം ചെയ്തത് ശരിയാ, നീ പറയുന്നതാ തെറ്റ്. അത് പോരാത്തതിന് നീ പറയുന്നതാ തെറ്റ്, അങ്ങനെയും പറയും. ബ്ലെയിമിങ് അതേഴ്സ്. നീ പറയുന്നതാ തെറ്റ്. അപ്പം ഞാൻ പറയുന്ന എല്ലാം ശരിയാ 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 എന്നുള്ള അഹങ്കാരത്തിലിരുന്നാൽ എപ്പം നമ്മൾ നേരെയാകും? ഓക്കെ. സോ ഇതൊക്കെയാണ് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ. അപ്പം മണിപ്പൂർ ചക്ര ബാലൻസ്ഡ് ആയിട്ടിരുന്നാൽ അവർ ഏത് റെസ്പോൺസിബിലിറ്റി കൊടുത്താലും അവരെടുത്തോളും, അവർ ചെയ്യും. ഏതെങ്കിലും കാരണവശത്താൽ ഒരു തെറ്റ് വന്നാൽ അവർക്കേ മനസ്സിലാകും. അവർക്ക് മനസ്സിലായില്ലെങ്കിൽ മറ്റൊരു ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ മനസ്സിലാക്കും. അതുമാത്രമല്ല, ഒരു സ്റ്റെപ്പ് അഹെഡ്, ദേ ഗോ 1 സ്റ്റെപ്പ് അഹെഡ്. ഇങ്ങനെ അതിനെ തിരുത്താനും അവർ ശ്രമിക്കും. ഇത്രയും വലിയ മനസ്സ് വേണമെങ്കിൽ അവർക്ക് മണിപ്പൂരക ചക്ര നന്നായിട്ടിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഇങ്ങനൊക്കെ. അതുമാത്രമല്ല, അവർക്ക് സ്വതേ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, അഹങ്കാരമല്ല. അതിന് അഹങ്കാരം എന്നല്ല പേര്, ഒരു കോൺഫിഡൻസ്. ശരി, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്യാം എന്നുള്ളതാണ് അത്. അപ്പം അവരെ എല്ലാം കൊണ്ടും അവർക്കൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. അതാണ് ബാലൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഉള്ള ഗുണങ്ങൾ. ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം എത്ര അറിഞ്ഞ സ്ഥിതിക്ക് നമ്മളെ തന്നെ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചു നോക്കണം. എങ്ങനെ നമ്മളൊരു തെറ്റ് ചെയ്താൽ അതിനെ നമ്മൾ എങ്ങനെ എടുക്കുന്നു? അതിനെക്കുറിച്ച് നമ്മൾ ചെയ്ത തെറ്റിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്കിപ്പോൾ എങ്ങനെ ഉണ്ട്, നമ്മുടെ മനസ്സിലിപ്പോൾ എങ്ങനെ ഉണ്ട്? നമ്മളെ ചോദ്യം ചോദിച്ചു നോക്കണം. അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണോ? അത് മാറ്റാൻ തയ്യാറാണോ? അതോ ഒരു മാസ്ക് ഇട്ടോണ്ട് നോ 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 ഞാൻ ചെയ്തതെല്ലാം ശരിയാ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണോ? ചിലരുണ്ട് വലിയ ഈ പണം, എന്തുവാ, പേരും പ്രതാപവും പണവും 4 കാറും ഒക്കെ ഉള്ള ആൾക്കാരുടെ പുറയിൽ മണിയടിച്ചുകൊണ്ട് പോകും. അവരുടെ മുമ്പിൽ അവർ എങ്ങനെ വേണമെങ്കിലും താന്നു കൊടുക്കും. ഇതൊക്കെ ഒരു ഒരു സെൽഫ് എസ്റ്റീം ഇല്ലാത്ത ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ. അപ്പം ആരുടെയെങ്കിലും പുറകെ പോന്നോ, ഈ മണിയടിച്ച് ഒരുപാട് പേര് ഈ ഓഫീസിലൊക്കെ കാണാം. ചിലർ വലിയ ആൾക്കാർക്ക്, ബോസിനൊക്കെ മണിയടിച്ചേ പ്രൊമോഷൻ വാങ്ങിക്കാൻ നിൽക്കും. ജോലി ചെയ്തല്ല പ്രൊമോഷൻ വാങ്ങിക്കുന്നത്, അവർക്ക് മണിയടിച്ചേ കാര്യങ്ങൾ നടത്താൻ നോക്കും. അപ്പം അവർക്കൊക്കെ അതൊക്കെ ഒരു വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. അവനവൻ്റെ സാമർഥ്യം, അവനവൻ്റെ ചെയ്ത്ത്, അവനവൻ്റെ തന്ന ജോലിയെ ചെയ്യുക. പ്രൊമോഷൻ വരുമ്പോൾ വരും, അല്ലെങ്കിൽ നമുക്കത് നേരെ ചൊവ്വേ അതിനെ നേരിടണം, അല്ലാതെ മണിയടിച്ചല്ല. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കണം. പിന്നെ ഈ മണിപ്പൂര ചക്ര ശരിയായില്ലെങ്കിൽ ഇതൊക്കെ ഗുണങ്ങൾ ഇത്രയും നേരം നമ്മൾ കണ്ടത്. ദേഹരീതിയായിട്ട് അവർക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് വയറ്റിൻ്റെ അടുത്തുള്ള ചക്രയായതുകൊണ്ട് വയറ് സംബന്ധിച്ച ഡിസോർഡേഴ്സ് വരും. അതായത് ശരിക്ക് കഴിക്കാൻ പറ്റത്തില്ല, വിശപ്പില്ല, അതിനെ ദഹിക്കാൻ പറ്റാത്ത അജീർണ കോളാറുകൾ, അൾസറ്, സ്റ്റമക്ക് പെയിന്, ലിവർ ബാധിക്കുന്നത്, ഡയബറ്റീസ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ മണിപ്പൂരക ചക്ര ബാലൻസ്ഡ് അല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പം ഇതിനെല്ലാം ഒരു പോം വഴിയുണ്ട്. എല്ലാ ചക്രാസിനെയും ബാലൻസ്ഡ് ചെയ്യാനായിട്ട് ഒരു പോം വഴിയാണ് മെഡിറ്റേഷൻ. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യേ നമ്മൾ ഒരു ചക്രയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് മെഡിറ്റേഷൻ ചെയ്യേണ്ട കാര്യമില്ല. തന്നെത്താനെ നമ്മളിരുന്ന് മെഡിറ്റേഷൻ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ടേ എല്ലാ ചക്രാസും നേരെയാകും. മണിക്കൂറുകൾ ഇരുന്ന് കുറേ നേരം ഇരുന്ന് നമ്മൾ റെഗുലറായിട്ട് ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്താലേ മതി. അല്ലെങ്കിൽ ഞാൻ നേരെ പറഞ്ഞ പോലെ ഈ എല്ലാ ചക്രാസിനെയും ആക്ടിവേറ്റ് ചെയ്യാനുള്ള ക്രിയാക്കൾ അല്ലെങ്കിൽ സാധനകൾ ഗുരുമുഖാന്തരം പഠിച്ച് ചെയ്താൽ നന്നാവും. അപ്പം ഈ അഹങ്കാരം, ഈ പവർ എന്നൊക്കെ പറയുമ്പോഴേ അത് നല്ല ഈഗോ നല്ലതാണോ ചീത്തയാണോ? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഈഗോ വേണോ വേണ്ടേ? ഈഗോ നല്ലതാണോ ചീത്തയാണോ?
ഈഗോ ഒരു ലിമിറ്റോടെ ഇരുന്നാൽ നല്ലതാണ്. എന്തുകൊണ്ട് നല്ലതെന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള നല്ല ഒരു അഭിപ്രായം, അതിന് പേര് അഹങ്കാരമോ ഈഗോ അല്ല. അതുമാത്രമല്ല ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഈ വീട്ടിൻ്റെ നാഥനാണ്. അപ്പം എനിക്ക് എൻ്റെതായ ചില കടമകളുണ്ട്. അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത് ചെയ്യുന്നത് അതുവരെ നല്ലതാണ്. ആ ലെവൽ വരെ നല്ലതാണ്. അല്ലാതെ ഞാനാണ് ഈ വീട്ടിൻ്റെ നാഥൻ, ഞാൻ പറയുന്നതേ കേൾക്കാവൂ, ബാക്കി ആരും ശബ്ദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ ഈഗോ ആയിരിക്കും. അത് ശരിയല്ല. സോ ഈഗോ ഒരളവിന് വേണ്ടിയതാണ്. എല്ലാത്തിനും ഒരു പൊറുപ്പെടുത്ത് നടത്താൻ ഉള്ള ഒരു മനസ്ഥിതി. ഓക്കെ, അതുവരെ അത് ഓക്കെ. അത് കഴിഞ്ഞ് അതേ അഹങ്കാരമായിട്ട് മാറിയാൽ അതിനെ അപ്പം വെച്ച് നമ്മൾ കട്ട് ചെയ്ത് വിടണം. കട്ട് ചെയ്ത് വിടണമെന്ന് വെച്ചാൽ അതിനെ നമുക്ക് മാറ്റിയെടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് നമ്മൾ മണിപ്പൂര ചക്രായനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. സോ ഇതിൽ ഈ ചക്രയ്ക്ക് ഡേറ്റി മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ പണവരവിന് ഈ ചക്രായനെ ആക്ടിവേറ്റ് ചെയ്യണം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ചക്രായനെ മാത്രം നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റൂല. എല്ലാ ചക്രാസിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പം മണിപ്പൂരകവും ആക്ടിവേറ്റ് ആയാൽ നമുക്ക് പണവരവ് കൂടും. ഓക്കെ, അപ്പം നമ്മൾ എത്രയോ പേർക്ക് എത്രയോ ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ അതൊന്നും നടക്കുന്നില്ല എന്ന് തോന്നിയാൽ അതിനൊരു കാരണം ഈ ചക്ര ബാലൻസ്ഡ് അല്ല എന്നുള്ളത് മനസ്സിലാക്കി എടുത്താൽ മതി. ബാക്കിയെല്ലാം നേരെയാകും. അതിനുള്ള പോംവഴി കണ്ടുപിടിക്കണം. അപ്പം ബാക്കിയെല്ലാം നേരെയാകും. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നന്ദി, നമസ്കാരം.